സിക്സ് സം അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഫയലിംഗ് ഓഫ് ദി ഡാറ്റയാണ്, അതിൽ വരുന്നതാണ്. ഇനി നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസോ ചില ഡിമാൻഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഇമേജസ് കറക്ഷന് മുന്നേ ഉള്ള ഇമേജസ് അങ്ങനെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്ഷന് വേണ്ടിയിട്ടുള്ളതിനെ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റിയിട്ട് അതിനെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്ത പിക്ചേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യുക ഇമേജസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും. എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഹെഡിങ്ങോ അല്ലെങ്കിൽ ഫയലിൻ്റെ ബാക്കോ ഉള്ള ഇൻഫോർമേഷൻസ്, പിന്നെ ഫയലിൻ്റെ മുകളിലുള്ള നെയിംസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ തന്നെ ഡയറക്ടറീസിൽ അതൊക്കെ സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇമേജ് ഫോർമാറ്റുകൾ മെയിനായിട്ട് സ്റ്റാൻഡേർഡ് TIF മോഡായാലും ഫോർമാറ്റ് ആയാലും BMP ഫോർമാറ്റോ MADE ഫോർമാറ്റോ റോ ഫോർമാറ്റോ ഡൈക്കോൺ ഫോർമാറ്റിലോ എന്താണെങ്കിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്യാണ്ട് തന്നെ നമുക്കത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആക്സെപ്റ്റ് ചെയ്യുന്ന കംപ്രഷൻസ് എന്തായിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം. നമുക്ക് തിരിച്ചും കംപ്രസ് ചെയ്യാത്ത ഫോർമാറ്റും ഉണ്ടാവണം, കംപ്രസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കംപ്രസ് ചെയ്ത ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടുകൾക്കും ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് JPG അല്ലെങ്കിൽ GIF ഫോർമാറ്റിലാണുള്ളത്. ഈ ഡാറ്റാസ് പെർമനൻ്റ് ആയിട്ട് നമുക്ക് 2 ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ടിൽ സ്റ്റോർ ചെയ്യാം, ഫീലറൊന്നും ഇല്ലാണ്ട്, അതുപോലെ ഇൻഫർമേഷൻസ് ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്കത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയണത്. ഇനി എക്യുപ്മെൻറ്റ്സ് അതുപോലെ സോഫ്റ്റ്വെയർസ് എല്ലാം നമുക്ക് ഇമേജസിനെ വേണ്ടിയിട്ട് ഭാവിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാവുന്നതാണ്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് പറയാൻ പോകുന്നത്, ഒരു സിസ്റ്റത്തിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ റേഡിയോ ഡിവൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പല തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എന്താണ് നമ്മുടെ ആവശ്യം. ക്വാളിഫിക്കേഷൻ്റെ സ്റ്റേജസ് പറയുന്നത് എന്താണ് നമ്മുടെ ആവശ്യം, അതുപോലെ എന്താണ് നീഡ് എന്നുള്ളത്, അതുപോലെ എത്രത്തോളം ക്വാളിറ്റി വേണം, ഡിഫക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ ഒബ്ജക്റ്റിൻ്റെ ജോമെട്രി എങ്ങനെയാണെന്നൊക്കെ അതിനെ ബാധിക്കുന്നതാണ്. പിന്നെ ഡിവൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം. പിന്നെ ലെവൽ ഓഫ് സോഴ്സ് അറിയണം. പിന്നെ ജോമെട്രി അറിയണം, എനർജി, ഫോക്കസ്, ബ്ലറിങ് എങ്ങനെയാണ്, ഫോക്കസ് എങ്ങനെയാണെന്നൊക്കെ അറിയണം. ഡിറ്റക്ടറിൻ്റെ ലെവൽ എന്താണെന്ന് അറിയണം. ഈ പറഞ്ഞ പോലെ ടൈപ്പ്, ഫീൽഡ്, ഗെയിൻ, ഡൈനാമിക്സ്, റെസൊല്യൂഷൻ, റിയൽ ടൈം ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ ഡിറ്റക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എങ്ങനത്തെയാണെന്ന് അറിയണം. ഡിസ്പ്ലേ ഓഫ് ഗ്രേ ലെവൽസ്, കാലിബ്രേഷൻ അറിയണം, ട്രീറ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, ഫയലിംഗ് ഒക്കെ അറിയണം. പിന്നെ സോഫ്റ്റ്വെയർ അറിയണം. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ചെയ്താൽ മാത്രമാണ് എക്സാമിനേഷൻ്റെ കണ്ടീഷൻസൊക്കെ ഓക്കെ ആവുള്ളൂ. പിന്നെ പ്രാക്ടീസസ് ആണ്. അതിൽ ഡിജിറ്റൽ റേഡിയോഗ്രഫി മെയിനായിട്ട് ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് പലതരത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് പ്രാക്ടീസസിൻ്റെ സമയത്തും അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, വലിയ ബിഗ് സീരീസിലാണെങ്കിലും നമുക്ക് ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വലിയ ഒബ്ജക്റ്റിനെയും നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ പറ്റും. സാധാരണ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ ഫങ്ഷനിങ് എങ്ങനെയുണ്ട്, മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ലോക്കലൈസേഷൻ അറിയാൻ പറ്റും, 3 ഡയമെൻഷനിലും അറിയാം. അതുപോലെ കൺട്രോൾ, സൈറ്റിൻ്റെ കൺട്രോളും റേഡിയേഷൻ ഡോസിനനുസരിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് 2 വരുന്നത്. ഓക്കെ, താങ്ക് യു.